يوافي نور في مزيدا اللهم اغفر له من الثواب ما قربناه ما صليناه وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وأهل أيدينا وثمرة فؤادنا مصطفى ومجتبى ومربنا محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة بعثه مكانه محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحولنا هو المولود اللهم اعبد ظاهرية وباطنية وروحانية وجسمانية وشيطانية وجنية وعينية وسجنية يا رب العالمين أرحم الراحمين يا رب ناجات راجنا يا الله ഈ മദ്രസയിൽ വെച്ചിട്ട് ഞാനും എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ യതീമക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരുപാട് പേര് നോമ്പെടുത്തുകൊണ്ട് ഈ മദ്രസയിൽ വെച്ചിട്ട് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന് 4600 കിലോമീറ്റർ അപ്പുറത്ത് അന്തിവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ ഞങ്ങളെ കരളിന്റെ പെണ്ണവായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളോട് റസൂലുള്ളാഹിയുടെ വല്ലാത്ത മുഹബ്ബത്താണ് റസൂലുള്ളാഹിയുടെ വല്ലാത്ത ഇഷ്ടാണ് അല്ലാഹുവേ അതുകൊണ്ട് നൂറെ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റസൂലുള്ളാഹിന്റെ അറിവാകെ കൊടുക്കി കൊടുക്കണമല്ലോ അല്ലാഹുവേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് രോഗങ്ങൾ വകവെക്കാതെ വേദന വകവെക്കാതെ ക്ഷീണം വകവെക്കാതെ ഒരുപാട് ആളുകൾ മജ്‌ലിസ് കാണുന്നുണ്ട് നരകം ഹറാമാക്കണമല്ലോ സ്വർഗം വാജിബാക്കണമല്ലോ ഒരുപാട് പേര് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് യൂട്യൂബിലൂടെ കാണുന്നവരുണ്ട് വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിയാത്തവരുണ്ട് അവരെല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സാലിഹായ മക്കളെ കൊടുക്കണമല്ലോ ഞങ്ങളെ മരിച്ചാലും ഞങ്ങളെ കബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം, എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണം, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ മക്കളാകും. അതുകൊണ്ട് എന്ത് വിഷമങ്ങളാണോ നീ കൊടുത്തതെങ്കിൽ കൗണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണമേ. ഈശോയുടെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ച് മക്കളെ കൊടുക്കണമല്ലോ. ഗർഭാശയ രോഗങ്ങളാണെങ്കിൽ അത് പരിഹരിച്ച് മക്കളെ കൊടുക്കണമല്ലോ. ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. നിവൃത്തികോട് കൊണ്ട് വെച്ചോ ഞങ്ങൾക്കറിയ പലിശ ഹറാമോ, ഞങ്ങൾക്കറിയ പലിശ ഹറാമാണെന്ന് നിവൃത്തികോട് കൊണ്ട് വെച്ചതാണ്. ജപ്തി നോട്ടീസ് ബാങ്കുകാർ വന്ന് ഒട്ടിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല. ഞങ്ങൾ ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാം,
ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തമ്പുരാനെ നിങ്ങളെ സ്വർണ്ണാഭരണം ബാഗെടുക്കാതെ വഴി കാണിച്ചുകൊണ്ടല്ല അല്ലാ ഞങ്ങളെ സ്വർണം പറ്റിച്ചു പോയിട്ടുണ്ട്, ഞങ്ങളെ ചതിച്ചിട്ട് ഞങ്ങളെ സ്വർണം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ അയൽവാസികളെ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ കുടുംബക്കാർ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളേക്ക് പൈസ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ആധാരങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പല ആളുകളും ചിലരിൽ പൈസ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചു തരാനുള്ള കൽവ് നൽകണമല്ലോ, അവർക്കൊക്കെ തിരിച്ചു തരാനുള്ള കൽവ് നൽകണമല്ലോ. ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് രോഗികളാണ്, ട്യൂമറുള്ളവരുണ്ട്, ഞങ്ങൾ സദസ്സിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട്. ഈ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട്, ട്യൂമർ വന്നവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രേൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുഴയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണിന്റെ കാഴ്ച പോയവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടിയൊലിക്കുന്നവരുണ്ട്, മൂക്കില് ദശയുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, സംസാര ശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ഒരുപാട് പേർക്ക് വായിൽ മുറിയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, തൊണ്ട വേദനിക്കുന്നുള്ളവരുണ്ട്, തൊണ്ടയിൽ മഴയുള്ളവരുണ്ട്, ടോൺസിസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ചി വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, മറ്റു നെഞ്ചിന് പ്രയാസങ്ങളുള്ളവരുണ്ട്, പരടി വേദനിക്കുന്നവരുണ്ട്, കൈപ്പല പൊക്കാൻ കഴിയാത്തവരുണ്ട്, എന്റെ കൈപ്പലക്കും വേദനക്കുള്ളവരുണ്ട്, ചലനശേഷി നഷ്ടപ്പെട്ടവരുണ്ട്. സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കണ്ണിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കണ്ണിയിൽ മറ്റ് പ്രയാസങ്ങളുള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്.